ഇത് നമ്മുടെ ഓൾട്രോസ് റേസറാണ്. നമ്മൾ ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നാളെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് കുറച്ച് ദൂരെയാണ്. അപ്പം ഒരു വൈകുന്നേരമാണ് നമ്മൾ ഫ്യൂവലെല്ലാം ഫില്ല് ചെയ്ത് ഓൾമോസ്റ്റ് 20 ലിറ്റേഴ്സ് ഫില്ല് ചെയ്ത് അതിനകത്ത് ഒരു 80 കിലോമീറ്റർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് 267 കിലോമീറ്റർ നമുക്ക് ഫുള്ള് കിട്ടി. അപ്പം നാളെ നമുക്ക് കാണാം, അടുത്ത ദിവസം മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. നമ്മളിന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവാണ്. ഇപ്പോൾ സൺഡേ ആണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് ആക്ച്വലി നേരിമംഗലം കഴിഞ്ഞിട്ട് ഇടുക്കി ഭാഗത്തോട്ടാണ് പോകുന്നത്. നമുക്കൊരു ഡ്രൈവ് ഉണ്ട്. നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഓൾട്രോസ് റേസറിലാണ് പോകുന്നത്. അപ്പം സൺഡേ ആയതുകൊണ്ടും ഇന്ന് പ്രത്യേകിച്ച് വേറെ കോൾസും വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് ആക്ച്വലി നമ്മളിവിടുന്ന് പാലാ തൊടുപുഴ പോകുമ്പോൾ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ്. അപ്പം സ്ട്രെയിറ്റ് റോഡ് ഈ വണ്ടിക്ക് എന്തുമാത്രം മൈലേജ് കിട്ടുന്നുണ്ട്, ഹിൽ സ്റ്റേഷൻ കയറുമ്പോൾ എന്തുമാത്രം മൈലേജ് കിട്ടുന്നുണ്ട്, അതിൻ്റെ കംഫർട്ട്, എല്ലാ സംഭവങ്ങളും ഇന്ന് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനിന്ന് പറയും. നമ്മുടെ ഓൾട്രോസ് നമ്മുടെ കമ്പനി വണ്ടിയാണ്, ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. സോ അത്യാവശ്യം നല്ല ലുക്കാണ് ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കമ്പനിയുടെ പേരും ബാഡ്ജിങ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ പാടെ അത് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ള വരയാണ്. ആക്ച്വലി നമ്മുടെ അബാർത്ത് പുന്തോ എന്നൊക്കെ പറഞ്ഞ വണ്ടിക്കകത്തും ഒരു റെഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതൊരു സംതിങ് ഡിഫറെൻ്റ്, ഒരു ചില പവർ കൂടിയ വണ്ടി ആയതുകൊണ്ട് അവർ ആ രീതിയിലൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് എടുത്തേക്കുന്നതാണ്, ആ വൈറ്റ് ലൈൻ കാര്യങ്ങളെല്ലാം. എനിക്ക് ഓവറോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ആ ഒരു കോംബോ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലോയ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ്. സോ വണ്ടിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇന്ന് നമ്മുടെ ഡ്രൈവ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സൺറൂഫ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ വണ്ടി. എക്സോസ് നോട്ട് ഉണ്ടോ, ചെറുതായിട്ട് എക്സോസ് നോട്ട് ഉണ്ട്, അടിപൊളിയല്ലേ. അപ്പം നമ്മൾ ആ ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ആ ട്രിപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പം 9.2 കിലോമീറ്റർ ഒക്കെ കാണിക്കുന്നത്. നമ്മളത് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഇത് ട്രിപ്പ് എ ആണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, ട്രിപ്പൊക്കെ സെറ്റ് ചെയ്തു. നമ്മളപ്പോൾ ഷോറൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകണം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റുമാനൂർ ഷോറൂമിലാണ്. നമ്മുടെ കൂടെ മാർക്കറ്റിങ്ങിലെ സോബിൻ എന്ന് പറഞ്ഞ നമ്മളൊരു കൂടെ വർക്ക് ചെയ്യുന്ന ആളും കൂടെ വരുന്നുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കസ്റ്റമറൊന്നും കാണിക്കത്തില്ല, കാരണം അത് കോൺഫിഡൻഷ്യലാണ്, കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഇന്നത്തെ ഫുൾ എക്സ്പീരിയൻസ് നമ്മളൊരു ചെറിയ വ്ളോഗ് പോലെ ചെയ്യുന്നതാണ്. ഇപ്പം പാല ടൗണിൽ വന്നിട്ടുണ്ട്. നമ്മൾ പാലായിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ തൊടുപുഴയ്ക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇത് പാല മിനി സിവിൽ സ്റ്റേഷൻ പാലയാണ്. 14.8 ആണ് ഇപ്പം വണ്ടി ഓടിക്കുന്നത്. 37 കിലോമീറ്റർ ആണ് ആവറേജ്. 29 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ ഈ 38 കിലോമീറ്റർ ഓടിച്ചേക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ സംതിങ് ആയി. അപ്പം ഇതാണ് ഞാൻ പാല വരെയുള്ള സംഭവം. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ നല്ല വഴിയാണ് പാലാ ടു തൊടുപുഴ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഏകദേശം ഈ കാറ് ഹൈവേയിൽ ഓടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ഇതിനൊരു റേഞ്ച് വരുന്നത്, ഏകദേശം ഒരു റേഞ്ച്. ഇതിപ്പം ഈ 14.9 എന്ന് പറഞ്ഞാൽ എക്സഡം ഒന്നും അല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം പാലാ തൊടുപുഴ റോഡിലോട്ട് പോവുകയാണ്. വണ്ടി ഒരു 67 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകുന്നത്. ഒരു 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 ബിലോ 80 നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വണ്ടിയുടെ ഡ്രൈവ് കംഫർട്ട് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ തൊടുപുഴയിലെ സ്ട്രെയിറ്റ് വഴിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഈ വണ്ടി പോകുന്നത് ഹൈവേ കൂടെയാണ്. ഹൈവേ എന്ന് വെച്ചാൽ ഹൈവേ അല്ല, ഇച്ചിരി കയറ്റം വഴി കൂടെയാണ് ഇപ്പോൾ ഈ വണ്ടി പോകുന്നത്. ഇപ്പം ഈ വണ്ടിയുടെ മൈലേജ് ആവറേജ് കാണിക്കുന്നത് ഏകദേശം 15.9 കിലോമീറ്റർ ആണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. മോശമില്ല എന്നുള്ള മൈലേജ് മോശമില്ല. ഈ കാര്യം അത്യാവശ്യം പവറുള്ള ഒരു കാറാണ് ഇത്. വലിയ പവർ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാറാണ് ഓൾട്രോസ് റേസർ. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു മൈലേജ് മോശമല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മളത് തൊടുപുഴ അടുക്കാറാകുന്നു. തൊടുപുഴ സിഗ്നലാണ്. തൊടുപുഴയിൽ നിന്ന് നമ്മൾ ഊന്നുകല്ല് വഴിയാണ് നമ്മൾ നേര്യമംഗലം ഇടുക്കിയിലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഇപ്പം ഏകദേശം മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ 16 കിലോമീറ്റർ മൈലേജാണ്. ഏകദേശം 66 കിലോമീറ്റർ കാർ ഓടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പാലാ തൊടുപുഴയിലുള്ള റൂട്ടിൻ്റെ ഒരു സ്വഭാവം വെച്ച് അറിയാം. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മൈലേജ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജാണ്. പിന്നെ ഇതിൻ്റെ കോർണറിങ് അടിപൊളിയാണ്. ഓരോ
ഓരോ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ നേരിമംഗലം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ കാണുന്നൊരു അടിപൊളി വീടാണ്. ഞാൻ ഈ വീട് കാണിച്ചതാവേ. അടിപൊളി വീട്, അത് കണ്ടോ, നല്ല കിണ്ണം കാച്ചൊരു വീട്, മുഴുവൻ പുല്ലൊക്കെ ആയിട്ട് കണ്ട ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഇത് കണ്ടോ, ഒരു രക്ഷയില്ല, അന്യായ വീടാണ്. ടിയാഗി പോകുന്നുണ്ടോ, പിക്കൊക്കെ എടുത്തു. എന്നാ വീടാ ഇത്. നേരിമംഗലം എത്താറായി. അപ്പം ഈ റൂട്ടാണ് ഇടുക്കിക്ക് പോകേണ്ട റൂട്ട്. ആ റൂട്ട് നമുക്ക് മൂന്നാർ അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടാണ്. സോ നമ്മളൊരു മൈലേജ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കിലോമീറ്റർ കണ്ടോ, ഇപ്പം ഈ ഒരു ഹിൽ സ്റ്റേഷൻ കയറിയിട്ടും ഒരു 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 94 കിലോമീറ്റർ റോട്ടുണ്ട്. സോ നമ്മൾ മുന്നോട്ട് പോവാണ്. ആക്ച്വലി ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതിൻ്റെ കോർണറിംഗ് ആണ്. ഞാൻ എടുത്ത് പറയുന്നത് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര ലോ ആണ്. അപ്പം നമ്മൾ കോർണർ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടും ഈ വണ്ടി. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്ക് നമുക്കൊരു ചെക്കിങ് കിട്ടി. ആ ചെക്കിങ് കിട്ടിയ സ്ഥലം നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. എന്നിട്ട് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു, ചെക്കിങ് ഒന്നും ചെയ്തില്ല. ഈ നേരിമംഗലത്തുനിന്ന് ഈ ഇടുക്കി പോകുന്ന റൂട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട് ഓൾറെഡി ഇവിടെ. ഇത് കൂടാതെ ഞാൻ വരുന്നത് സെക്കൻഡ് ടൈമാണ് ഈ റൂട്ട് ഞാൻ വരുന്നത്. ഉയ്യോ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. നിങ്ങളൊരു വീക്കെൻഡൊക്കെ നിങ്ങൾ ഡ്രൈവ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു അന്യ റൂട്ടാണ്. നമ്മുടെ കയ്യിൽ അടിപൊളി ഒരു വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം പൊളിയാണ്. നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടും. ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള ഡ്രൈവ് അടിപൊളിയാണ്, ഒരു അനുഭവം തന്നെയാണത്. ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഏകദേശം 122 കിലോമീറ്റർ നമ്മൾ ഓട്ടുണ്ട്. ഏകദേശം 14.7 കിലോമീറ്ററാണ് നമ്മുടെ മൈലേജ് ആവറേജ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓൾട്രോസ് റേസറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ കുറച്ച് ദൂരെ ആ വണ്ടി യാത്ര ചെയ്ത് ഓടിച്ചായിരുന്നു. ഒരു ഹില്ലി ഏരിയയിലുള്ള ഒരു റേഞ്ചും അതേപോലെ തന്നെ ലോക്കൽ ഒരു പ്ലെയിൻ വഴി കൂടെ പോവുകയാണെങ്കിലുള്ള റേഞ്ചും ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ സത്യസന്ധമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ടാറ്റയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ആ ഒരു കുട്ടി വണ്ടിയിൽ നിന്ന്. റേസർ എന്ന് പറയുമ്പോൾ കുട്ടി വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ബലീനോ സെഗ്മെൻ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജാസില്ല, ഹോണ്ട ജാസ്, ആ സെഗ്മെൻറ്റിലുള്ള വലുപ്പമുള്ള ഒരു വണ്ടിയാണ്. അത് ഇച്ചിരി കൂടെ പവർഫുള്ളായിട്ടുള്ള എൻജിൻ കുറച്ചുകൂടി ട്യൂൺ ചെയ്തിട്ടൊക്കെയാണ് അത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് മൈലേജ് ഉണ്ട് ആ വണ്ടിക്ക്. അത്യാവശ്യം ഡീസൻറ്റ് മൈലേജും കുഞ്ഞൊരു എക്സോസ് നോട്ടും കാര്യങ്ങളും നല്ല സ്പേസും ഒക്കെ അടിപൊളിയാണ് ആ വണ്ടി. ഉറപ്പായിട്ട് നിങ്ങളെടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. നിങ്ങൾ നെക്സോൺ നോക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരോ അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ സ്ഥലം വരുന്നത് ഇവിടെ കോട്ടയം തെള്ളകം എന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഓൾ ഓവർ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ലെക്സോൺ ടാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആ വണ്ടിയായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.